സാർ നമസ്കാരം. നമസ്കാരം. ഞങ്ങളെ പോലെ കുറച്ചുപേര് പുതുതായിട്ടുണ്ട്. അപ്പൊ ഈ സംഗതി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താ നമുക്ക് ശരിക്കും അറിയില്ല. അപ്പൊ ഒന്ന് അതും കൂടെ കെയർ ചെയ്ത് എങ്ങനെ പുതുതായിട്ടുള്ളവരെ കൂടെ കെയർ ചെയ്തോണ്ടൊന്ന് സംസാരിച്ചാലേ വലിയ ഉപകാരമായിരുന്നു. എന്നാൽ ആ ചോദ്യത്തിനൊരു മറുചോദ്യം ആ ചോദ്യത്തിനൊരു മറുചോദ്യം ശങ്കരാചാര്യരോട് ചോദിച്ച പോലെ, ജീവിതത്തിലാണോ പുതിയത്, ഈ ക്ലാസ്സിലാണോ പുതിയത്? ഈ ക്ലാസ്സില് നീ കൈയിട്. ഈ ക്ലാസ്സിലാണെങ്കിൽ ഇവിടെ എല്ലാ ദിവസവും പുതിയതാണ്. ഇവിടെ ഒരു കണ്ടിന്യൂറ്റിയും ഇല്ല. ഇന്നലെ പറഞ്ഞതിന് ഒരു ബന്ധവുമില്ല. ഇന്ന് പറയുന്ന ഒരു ബന്ധവുമില്ല. നാളെ പറയുന്നത് ഇതിങ്ങനെ ഓരോ ദിവസവും പുതിയ ക്ലാസ്സാണ്. അതുകൊണ്ട് ഇവിടെ ആർക്കും എല്ലാവരും പുതിയതാണ്. ഞാനും പുതിയതാണ്, നിങ്ങളും പുതിയതാണ്. ഞാനും ഇവിടെ സംസാരിക്കുന്ന പുതിയ കാര്യം ഇന്നലെ സംസാരിച്ച കാര്യമല്ല. അതുകൊണ്ട് ഡോൺ വറി, അവിടെ സ്വസ്ഥമായിട്ടിരുന്നോളൂ. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് ഇവിടെ ലഭിക്കും കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ക്ലാസ്സിൽ വന്ന സന്തോഷം. ഇവിടെ എല്ലാ ദിവസവും അങ്ങനെയാണ്. ഒരു കണ്ടിന്യൂഷൻ ക്ലാസ് അല്ല. ഞാൻ പറഞ്ഞത് സിമ്പിൾ ആയിട്ടാണ്. ഒരു കണ്ടിന്യൂഷൻ ക്ലാസ് അല്ല ഇത്. എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യം പറഞ്ഞുകൊണ്ട് പോകുന്ന ക്ലാസ് കേട്ടോ. ഡോണ്ട് വറി. താങ്ക് യു. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാല്, പുതിയതെന്ന് പറയുമ്പോൾ വെറുതെ തമാശക്ക് ചോദിച്ചാട്ടോ, വേറെ ഒന്നല്ല. ഒരു ഫണ്ണി ചോദ്യം ചോദിച്ചാട്ടോ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ജസ്റ്റ് വിൽ ഗോ ടു ദ ക്ലാസ് നൗ. റൈറ്റ്? ഇല്ല. വൺസ് അഗൈൻ ഓക്കെ. ഗുഡ് ഈവനിങ് എവരിവൺ ആൻഡ് ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ യൂട്യൂബ് വ്യൂവേഴ്സ്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും ശുഭചിന്തകളോടും കൂടിയുള്ള ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും തുടക്കമാണ്. ഓരോ ദിവസവും ജീവിതത്തിലെ പുതിയ ദിവസമാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ലഭിക്കുന്ന പുതിയ പുതിയ അനുഗ്രഹങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇന്നലെയോ കഴിഞ്ഞു പോയി, അത് നമുക്ക് ആർക്കും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. നാളെയോ നമുക്കറിയില്ല. ഇന്ന് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഇന്നിനെ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ, ഇന്നിനെ പൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കാന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഇന്നിനെ പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ, ഇന്നിൽ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഏകാത്മകമായി പോകാൻ സാധിച്ചാൽ, ഒന്നായി തീർന്ന് സാധിച്ചാൽ, നമുക്ക് കുറ്റബോധം, ഉത്കണ്ഠ, ആകാംക്ഷ, അമിത ചിന്ത, ദേഷ്യം, വിദ്വേഷം എന്നിവ ഒന്നുമില്ലാതെ പൂർണ്ണമായും സഹകരണത്തോടെ, പൂർണ്ണമായ കാരുണ്യത്തോടെ, പൂർണ്ണമായ സ്നേഹത്തോടെ നമുക്ക് നമ്മളിലേക്ക് എത്താൻ സാധിക്കും. എപ്പോഴാണോ ഞാൻ എന്നിലേക്ക് എത്താൻ തുടങ്ങുന്നത്, എന്നാണോ ഞാൻ എൻ്റെ ആത്മാന്വേഷണം ആരംഭിക്കുന്നത്, എന്നാണോ ഞാൻ എൻ്റെ ആത്മാവിനോട് താതാത്മ്യപ്പെടാൻ സാധിക്കുന്നത്, എന്നാണോ ഞാൻ എൻ്റെ ആത്മാവും ശരീരവും മനസ്സും ഒന്നായി മാറാൻ എനിക്ക് സാധിക്കുന്നത്, അന്നു മുതൽ ഞാനായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ബുദ്ധിയാവാം, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ മനസ്സാവാം, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ആത്മാവാകാം. ഇതെല്ലാം അപ്പുറത്ത് ഞാൻ എന്ന് പറയുന്ന ഈ ഭയങ്കരപ്പെട്ട ശരീരമാകാം. യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല നമ്മളല്ലേ. ഇതിനേക്കാളും അപ്പുറത്ത് എന്തോ ഒന്നാണ് നമ്മൾ. നമുക്കോ ശാസ്ത്രത്തിനോ ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ആരാണെന്നല്ലേ. പക്ഷെ ഒരു കൺക്ലൂഷൻ മാത്രമേ ഇതുവരെ നിർവചിക്കപ്പെട്ടിട്ടുള്ളൂ. ഞാൻ എന്ന് പറയുന്നതിൻ്റെ ഉത്തരം ആത്മാവും ശരീരവും മനസ്സും ദൈവവും കൂടിച്ചേർന്ന് പ്രവർത്തിക്കുക. ദൈവം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് യൂണിവേഴ്സ് പവർ, സംതിങ്, വാട്ട് എവർ യു കോൾഡ് ഇറ്റ്. ഐ ഡോണ്ട് ഹാവ് എനി വേ ടു സേ ദാറ്റ്. ഇത് നാലും എന്നാണോ ചേരുന്നത്, അപ്പോൾ നമ്മൾ ഫോർത്ത് ഡയമെൻഷനിലെത്തും. ആ ഫോർത്ത് ഡയമെൻഷനാണ് ശിവോഹം. ദാറ്റ്സ് കറക്റ്റ്. ദ ശിവോഹം എന്ന് പറയുന്ന, ഭാരതത്തിലാണ് ഇത് പറയുന്നത്. ശിവോഹം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സോൾ ഓഫ് ദ വേൾഡ്. അതുമായി നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഞാനെന്ന് പറയുന്നത്. എൻ്റെ പുസ്തകത്തിൽ മനസ്സ് ഒരു വിസ്മയം. അപ്പൊ പുതിയ ആൾക്ക് ചിലപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തേണ്ടി വരും അല്ലെ. കുറേ ദിവസം ഞാൻ എന്നെ പറ്റി ഒന്ന് പറഞ്ഞിട്ടല്ലേ, അതൊന്ന് പറയണ്ടേ?
ഇപ്പൊ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് എനിക്ക് അത്യാവശ്യം ഉണ്ടാവണമെന്നില്ല, എന്നാലും ഞാൻ എന്നെ പറ്റി ഒന്ന് പറയാം അല്ലേ. കുറേ ദിവസമായി പറഞ്ഞു, ഞാനൊന്ന് ഓർത്തു നോക്കട്ടെ ഞാൻ ആരാണെന്ന് അല്ലേ. എൻ്റെ പേര് ദിനേശ് മുങ്ങത്ത് എന്നാണ്. ഞാൻ UAE നിന്നുള്ള ഒരു സംരംഭകനാണ്, അതുപോലെ തന്നെ ഓതറാണ്, എഴുത്തുകാരനാണ്, അതുപോലെ ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ്. ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ് എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ, ഇതാണ് ഞാൻ എന്ന ഹാപ്പിനെസ് ലൈഫ് കോച്ച്. അതുപോലെ സക്സസ്ഫുൾ കോച്ചാണ്, ലോ ഓഫ് അട്രാക്ഷൻ സർട്ടിഫൈഡ് ട്രെയിനറാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ആകർഷിച്ച് എടുക്കുന്ന ഒരു മാഗ്നറ്റ് കോച്ചാണ് എന്നുള്ളതാണ്. പിന്നെ വേറെന്താ പറയുക, ഒരു അച്ഛനാണ്, ഭർത്താവാണ്, അങ്ങനെയൊക്കെ. പിന്നെ ഇതുപോലെ പ്രാസംഗികനാണ്, എങ്ങനെ വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ളതൊക്കെ XYZ, ലീവ് ഇറ്റ് ഫോർ ദ സൊസൈറ്റി. ഞാൻ അത്രയും സിമ്പിളായിട്ടുള്ളത്. എൻ്റെ നാട് കാസർഗോഡ് ജില്ലയിലാണ് എന്ന് മാത്രം ഇപ്പോഴെടുക്കുന്നു. എൻ്റെ ഒരു പുസ്തകം ഇതാണ്, മനസ്സ് ഒരു വിസ്മയം എന്ന് പറയുന്ന പുസ്തകം. ഇന്നത്തെ സബ്ജക്റ്റ് ഇതല്ല, സബ്ജക്റ്റിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട് സബ്ജക്റ്റ് എന്താണെന്ന്. ഇപ്പോൾ തുടങ്ങി വെച്ച് മാറരുതെന്നുണ്ട്. ഇതിൽ ഇപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്, ഞാൻ ആരാണ് എന്നുള്ളൊരു അന്വേഷണം ഇതിനകത്ത് തുടങ്ങുന്നുണ്ട്. ആ അന്വേഷണത്തിൽ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, യുഗങ്ങളായി കാലങ്ങളായി മനുഷ്യൻ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ആരാണ്, ഹൂ ഐ ആം, ഹൂ ആം ഐ എന്ന് പറയുന്ന ചോദ്യം. ഉത്തരമോ ആർക്കും ലഭിക്കുന്നതേയില്ല. പക്ഷേ ആത്മാന്വേഷിക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഉത്തരമാണ് ഞാൻ ആരാണെന്ന് മാത്രം പറഞ്ഞു ഇന്നത്തെ ദിവസത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. താങ്ക് യു ഓൾ, ഹാവ് എ വണ്ടർഫുൾ ഡേ. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് ഇപ്പോൾ നവരാത്രി വ്രതം തുടങ്ങിയിരിക്കുകയാണല്ലേ, എല്ലാവർക്കും അറിയാലേ. ഇന്ന് 2-ാം ദിവസമാണ് നവരാത്രി വ്രതം. അപ്പൊ അതിന് മഹാത്മ്യത്തെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, അത് ഓരോ ആളുടെയും ഓരോ തത്വചിന്തയായി മാറുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട, എന്നാൽ എല്ലാവരും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ പറയൂ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട വിഷയത്തിന്റെ പേരെന്താണെന്ന് പറയൂ. ഏത് വിഷയമാണ് സംസാരിക്കുന്ന പേര് ടൈപ്പ് ചെയ്യൂ, ആ സാധനം തന്നെ ടൈപ്പ് ചെയ്യൂ. ഐ ലവ് ബാക്കി ആ സാധനം, ഐ ലവ് ബാക്കി സാധനം, ഐ ലവ് ബാക്കി സാധനം. എന്താണ് ആ സാധനം? ഉണ്ട് ഐ ലവ് എന്ന് വെച്ച് പറയണം. ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഐ ലവ്, ഇവിടെ യെസ് യെസ് യെസ്, അതെല്ലാവരും ടൈപ്പ് ചെയ്യണം. ഇത് എത്ര വരുന്നു നോക്കട്ടെ കേട്ടോ. ഐ ലവ് മണി, ഐ ലവ് മണി. യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവരും താഴെ ഒന്ന് ടൈപ്പ് ചെയ്തേക്കണേ, ഐ ലവ് മണി. ഒന്ന് എല്ലാ യൂട്യൂബ് വ്യൂസും ടൈപ്പ് ചെയ്യുക മാത്രമല്ല, ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓർക്കണം, ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തണം. ഇത്രയും കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് സ്പാം ആയി പോവില്ല. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. രാവിലെ ഈ ക്ലാസ് നിങ്ങളുടെ കയ്യിലെത്തും അല്ലേ. ഇപ്പൊ മറക്കരുത്, ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായി വാച്ച് ചെയ്യുന്നൊരു വളരെ സന്തോഷപൂർവമായ ഒരു കാര്യമുണ്ട്. പലർക്കും ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവരെല്ലാവരും അവരുടെ കുടുംബത്തിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് അയച്ചു കൊടുക്കും, അച്ഛൻ മക്കൾക്ക് അയച്ചു കൊടുക്കുന്നു, ഭാര്യ ഭർത്താവിന് അയച്ചു കൊടുക്കുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്നു, അമ്മ മരുമകൾക്ക് അയച്ചു കൊടുക്കുന്നു, മരുമകൾ ഭർത്താവിന് അയച്ചു കൊടുക്കുന്നു, ഭർത്താവും വീട്ടിലെല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു. ആ കാര്യം ഇത് പലരും എന്നോട് വിളിച്ചും പറയുന്നുണ്ട്, ഇങ്ങനെ അറിയുന്നുമുണ്ട്. അപ്പോൾ ഏറെ സന്തോഷമാണ്. എല്ലാ കുടുംബസമേതം ഇപ്പം നമ്മുടെ കൊച്ചി പ്രോഗ്രാമിൽ പല ആൾക്കാരും കുടുംബസമേതം പങ്കെടുക്കുന്നു. മറ്റു ചിലർക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ജർമ്മനിയിലും ഇറ്റലിയിലും UAE-യിലും ഉസ്ബെക്കിസ്ഥാനിലും സൗദി അറേബ്യയിലും ഒക്കെയുള്ള ആൾക്കാർ, അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ മക്കളെയോ ഭാര്യയോ ഒക്കെ അവിടേക്ക് പറഞ്ഞയക്കുന്നു. കാരണം സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തേ പറ്റുള്ളൂ എന്ന് പറയട്ടെ. ഇത് ഏറെ സന്തോഷം. എന്നെ പോലുള്ള ഒരാളെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡാണത്. എനിക്ക് ജനം നൽകുന്ന ഒരു അവാർഡായിട്ടാണ് ഞാനിത് കരുതുന്നത്. കാരണം വെച്ചാൽ അവർക്ക് എത്താൻ പറ്റാത്ത കുടുംബം വന്ന് നിങ്ങളെങ്കിലും പോകൂ. ഇന്നൊരു മകൻ നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അമ്മയാണ് നിങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്, പക്ഷേ അമ്മ അയച്ചു തന്ന ലിങ്ക് കയറിയപ്പോൾ തോന്നി എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കൊച്ചി ക്ലാസ്സിൽ ഉണ്ടാവും സാറേ എന്ന് ചെറിയ പയ്യൻ.
ഒരു മെസ്സേജ് അയച്ചു. ഏറെ സന്തോഷമാണ്. കാരണം ഇങ്ങനെയാണ് നമുക്ക് വലിയ റിവാർഡ്സുകൾ കിട്ടുക. ഏറെ സന്തോഷം. യെസ് മണി. അപ്പോൾ ഏറെ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പണം എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. താല്പര്യമുള്ള വിഷയമല്ലേ എല്ലാവർക്കും? 200 ആൾക്കാർ ഇവിടെ ഈ ലൈവ് സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. പണം എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയാം. ഇതേ സംഭവം ഇതുപോലെയല്ല, വളരെ വിശദമായി വളരെ വ്യക്തമായി എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാമെന്നാണ് കൊച്ചിയിൽ പഠിപ്പിക്കുന്നത്. കൊച്ചി പ്രോഗ്രാമിൽ ഇരുത്തിക്കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കും. നിങ്ങളുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ ഈ പണം, നിങ്ങൾക്ക് ആവശ്യമായ പണത്തെ, പലരും പറയുന്നു ദൃശ്യവൽക്കരണം സാധ്യമാകുന്നില്ല, വിഷ്വലൈസേഷൻ സാധ്യമാകുന്നില്ല പണത്തെ പറ്റിയിട്ട്. അവിടെ ഇരുത്തിക്കൊണ്ട് നിങ്ങളുടെ ചെവിയിലേക്ക് ഞാൻ വന്നിട്ട് പറഞ്ഞു തരും. ഇങ്ങനെ ചെവിയിനകത്തോട്ട് വന്നിട്ട് പറയും, സ്പന്ദനമുണ്ടാക്കും നിങ്ങളുടെ ചെവിയിൽ. എന്നിട്ട് പറയും മണി ഇങ്ങനെയാണ് മാനിഫെസ്റ്റ്. മണിയെ നിങ്ങളുടെ പിക്ചറിൽ കൊണ്ടുവരുന്ന മാനിഫെസ്റ്റേഷൻ പ്രക്രിയയാണ് കൊച്ചിയിൽ നമ്മൾ 13-ാം തീയതി വെക്കുന്നത്. നിങ്ങൾ ആൾക്കാർ, ഞാനിപ്പോഴും ഇപ്പോഴും വെയിറ്റ് ചെയ്യാണ്. കുറേ ആൾക്കാർ ഇനിയും വരാനുണ്ട്. അവരെല്ലാവരും ഇന്നും നാളെയും കൊണ്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം നാളെ ഉള്ളൂ. ഇന്നും നാളെ യൂട്യൂബ് വീഡിയോ കാണുന്നവർ പെട്ടെന്ന് തന്നെ ഞാൻ ഇതിൻ്റെ താഴെ നമ്പർ കൊടുത്തേക്കാം. ഈ വീഡിയോൻ്റെ താഴെ തന്നെ എഴുതി വരും. ഇതിൽ നമ്പറിൽ വിളിക്കുക, കൺഫേം ചെയ്യുക. ഫീസ് എന്ന് പറയുന്നത് 5000 റുപ്പീസ് മാത്രമാണ് ഫീസ് ഉള്ളത്. ഒരു ദിവസം രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയുള്ള സെഷൻസ് ആണ്. അത്രയും ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ്. ഞാൻ അത്രയും അത്രയും ആകാംക്ഷയോടെയാണ് വരുന്നത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യണം. പക്ഷെ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഈ 5000-ന്റെ 10 മടങ്ങ് നിങ്ങളുടെ കയ്യിലെത്തുമെന്നുള്ള ഗ്യാരണ്ടി ഞാനാണ്. അതുപോലെ തന്നെ പണമില്ല എന്ന് വിചാരിക്കുന്നവര് ഇത് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തോളൂ, നിങ്ങൾക്ക് കാശ് വന്നിരിക്കും എന്നുള്ള മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾക്ക് വർക്ക് ചെയ്യുമെന്ന് ഉറപ്പിക്കണം. ഫീ ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. മലപ്പുറം ഭാഗത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധ്യമല്ല. ഞാൻ എല്ലായിടത്തും അവൈലബിൾ ആണ്. നിങ്ങൾ വിളിച്ചാൽ മലപ്പുറത്തും ഞാൻ വരാം, ആൾക്കാരുണ്ടെങ്കിൽ കോഴിക്കോടും ഞാൻ വരാം, കണ്ണൂരും വരാം, കാസർഗോഡും വരാം, തിരുവനന്തപുരത്ത് എല്ലായിടത്തും വരാം. നമുക്ക് ആ ഒരു ഓഡിയൻസിന് അവിടെ കിട്ടിയാൽ മതി. എനിക്ക് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല. ഓഡിയൻസ് ഉണ്ട്, ഞാൻ എവിടെയും വരാൻ തയ്യാറാണ്. ഇപ്പൊ ജർമ്മനിയിലോ ഇറ്റലിയിലോ UK-ലോ US-ലോ ഒക്കെ പറഞ്ഞോളൂ, ഐ ആം റെഡി ഫോർ ഇറ്റ്. കാരണം ഇത് എല്ലാവരിലും എത്തണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി, ഒരു ഇതുണ്ട്. സർ, ദോസ് ഹു ആർ അറ്റ് ഹോം ഫോർ ദം, അതിനിപ്പോ ഞാൻ എന്താ മറുപടി വരിക? അതിനല്ലേ ഞാനിവിടെ ഈ ക്ലാസ് തരുന്നത്, വീട്ടിലിരിക്കുന്നത്. പക്ഷെ അന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് വേറെ ആർക്കും കിട്ടില്ല, അവിടെയുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അത് ഒരു സൂമിലും തരില്ല, ഒരു റെക്കോർഡും തരില്ല. അത് അവർക്ക് മാത്രം ഡെഡിക്കേറ്റ് ആയി കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് വീട്ടിലിരിക്കണ്ട, ചാടിക്കോ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ. മണി വേണമെങ്കിൽ ചാടിക്കോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അഡ്മിൻ്റെ നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. നാളെ ഈ വീഡിയോന്റെ താഴെ മിനിമം എത്ര പേര് വേണമെന്നൊന്നുമില്ല അനീഷ, അങ്ങനെ ഒരു കണ്ടീഷൻസ് ഇല്ല. നമുക്ക് ആ ഫൈനാൻഷ്യൽ മീറ്റ് ചെയ്യണ്ടേ, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരാൾക്ക് 2 ആൾക്കൊന്നും ഇപ്പം ഞാൻ ഇവിടുന്ന് UAE നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നാൽ മുതലാവില്ലല്ലോ. അത്രയേ ഉള്ളൂ. സ്മിത ഇപ്പോഴും പറയുന്നു, സ്മിത ബാംഗ്ലൂരിൽ നിന്ന് ലേറ്റ് ആയിട്ടില്ല, ട്രെയിൻ കയറിക്കോ. ഒട്ടും ലേറ്റ് ആയിട്ടില്ല. നിങ്ങൾ 4 പേരും, അമ്മയും അച്ഛനും വൈഫ്, നിങ്ങളും 2 മക്കളും കയറിക്കോ, നോ പ്രോബ്ലം. നമുക്ക് അത്രയും സൗകര്യം ഉണ്ട് അവിടെ. ഓക്കെ, അവിടെ പോയി. എൻ്റെ മൗസിന് എന്താ പറ്റിയെന്ന് ഓഫായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. വീണ്ടും പോയത് യെസ്, താങ്ക് യു പ്രസീത വിശ്വനാഥ്. മലപ്പുറം കൊണ്ടുവരും സാറിനെ. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ അഡ്മിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. അഡ്മിൻ നമ്പർ തരും, അല്ലെങ്കിൽ അഡ്മിൻ നമ്മൾ കോണ്ടാക്ട് ഓപ്ഷൻ വെക്കും, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം അല്ലേ? എവരിബഡി റെഡി ഫോർ ഇറ്റ്? നൗ സ്റ്റാർട്ട് ടൈപ്പിംഗ്. റെഡി? സ്റ്റാർട്ട് ടൈപ്പിംഗ്. റെഡി? റെഡി. ഐ എം ഹാപ്പി ആൻഡ് റെഡി. ഇത് രണ്ടും മറക്കരുത്. നേരത്തെ ടൈപ്പ് ചെയ്തവരൊക്കെ ഉണ്ട്, എന്നാലും ഞാനത് ടൈപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി
നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞു പോകുന്നതല്ലേ നല്ലത്. ആദ്യം ഞാനൊരു വ്യക്തിയുടെ കഥ പറയാം ആദ്യം കേട്ടോ. ഇത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വ്യക്തിയെ പറ്റിയിട്ട് നിങ്ങൾ വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് പലരും ജീവിതത്തിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്നവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ലോക പ്രശസ്തനായ റോക്ക് ഫെല്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. റോക്ക് ഫെല്ലർ എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് പറയുന്നത്. 53 വയസ്സിൽ തീരെ അവശനും പടുകിഴവനുമായി മരണത്തിൻ്റെ വക്കിലെത്തിയ ഒരു മനുഷ്യന്റെ കഥ. 53 വയസ്സിൽ ഇനി മാക്സിമം ജീവിച്ചാൽ 1 വർഷമേ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ എഴുതി തള്ളിയ ഒരു വ്യക്തിയുടെ കഥയാണ്. ആ വ്യക്തി മരിച്ചത് എത്രാമത്തെ വയസ്സിലാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 53 വയസ്സിൽ 1 വർഷം കൂടി ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞ് പടുകിഴവനായ, ഒരു രോമം പോലും ശരീരത്തിലില്ലാത്ത ഒരു അപൂർവമായ അസുഖത്തിനുടമയായ മനുഷ്യൻ 97 വയസ്സ് വരെ എങ്ങനെ ജീവിച്ചു എന്നത് ഒന്ന് മനസ്സിലാക്കണം. അവിടെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഈ പ്രക്രിയയുടെ പ്രധാനം എന്ന് മനസ്സിലാക്കണം. അമേരിക്കക്കാരനായ ജോൺ ഡി റോക്ക് ഫെല്ലർ എന്ന ലോകപ്രശസ്തനായ ഒരു കോടീശ്വരൻ, അദ്ദേഹത്തിന്റെ ജീവിതം വിസ്മയകരമാണെന്ന് മാത്രമല്ല അനവധി ജീവിത മൂല്യങ്ങൾ ഉയർത്തി കാണിക്കുന്നതാണ്. അദ്ദേഹം ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു 33 വയസ്സുകാരനായിരുന്നു. 33 വയസ്സിൽ തന്നെ അയാൾക്ക് $10 ലക്ഷം ആസ്തി ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ കെട്ടിപ്പടുത്ത സാമ്രാജ്യം ബില്യൺസ് ഓഫ് ബില്യൺസിൻ്റെതായിരുന്നു. 53 വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു. പക്ഷേ അദ്ദേഹം 3 കാര്യങ്ങൾ മറന്നുപോയി. ഒന്ന്, എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ ചെയ്തതേയില്ല. രണ്ടാമത്തത്, ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി 1 നിമിഷം പോലും ചെലവഴിച്ചില്ല. ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ചു, ഏകാന്തപതികനായി ജീവിച്ചു. ആരെയും സ്നേഹിക്കുകയോ ആരുമായി സൗഹൃദമുണ്ടാക്കുകയോ ആരുമായിട്ടും ഒരു നല്ല ബന്ധം സ്ഥാപിക്കുകയോ ചെയ്തില്ല. അന്യരെ പറ്റിയിട്ട് ഒരു കരുതലും ഉണ്ടായില്ല. എപ്പോഴും ലാഭം 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 എന്നാലോചിച്ച് രാവും പകലും കഷ്ടപ്പെട്ട് അംഗരക്ഷകരുടെ സഹായത്തോടെ മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ. പക്ഷേ ഇതൊന്നും അത്ര കണ്ട് നമ്മുടെ പ്രകൃതി സത്യങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു, അസാധാരണമായ രോഗം. രോഗത്തിന്റെ പേര് അലോപിയ എന്നോ അങ്ങനെന്തോആണ്, ചെറിയൊരു സ്പെല്ലിംഗ് എനിക്കറിയില്ല കൃത്യമായിട്ട്. എന്താണ് രോഗം? ഇത്രയേ ഉള്ളൂ, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കില്ല. ആകെ കഴിക്കാൻ പറ്റുന്നത് എന്താണ്? പാലും പഴവും മാത്രമേ കഴിക്കാൻ പറ്റൂ. ഒരു സാധനം കഴിക്കാൻ പറ്റില്ല. ഉറങ്ങാൻ കഴിയില്ല. ഒന്നും കഴിയാത്ത അവസ്ഥ. ജീവിതം അതോടുകൂടി തീരുമാനമായി. ഇനി ജീവിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം കുറേ കാലങ്ങൾ, 1-2 വർഷങ്ങൾ അങ്ങനെ സമയം പോയി. അയാൾ കിടക്കയിലെത്തി. ദീർഘമായ ബിസിനസ്സൊക്കെ കുപ്പുകുത്തും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. എന്തായിരിക്കും അദ്ദേഹം തീരുമാനിച്ച കാര്യം എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അദ്ദേഹം തീരുമാനിച്ചു മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ഉദാത്തമായി സംഭാവന നൽകാൻ. യേശുക്രിസ്തു പറഞ്ഞ പോലെ, കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും. നല്ല അളവ് നേടി അത് ആരാണോ നന്നായി നൽകുന്നത് അവനിൽ നിറക്കപ്പെടും എന്ന് പറയില്ലേ? ഇത് മാത്രമാണ് പുള്ളി ചെയ്തത്. ആ ഒരൊറ്റ വാക്കിൽ ലോകത്തെ, അദ്ദേഹമാണ് പെൻസിലിൻ കണ്ടുപിടിക്കാൻ സഹായിച്ച വ്യക്തി. അദ്ദേഹമാണ് മലേറിയ നിവാരണത്തിനും ക്ഷയരോഗ നിവാരണത്തിനുമുള്ള വാക്സിൻ കണ്ടുപിടിക്കാനുള്ള എല്ലാവിധ ധനകാര്യപ്രവൃത്തിയും ചെയ്തത്. അങ്ങനെ അദ്ദേഹം
ഓരോ ദിവസവും മനുഷ്യ മനസ്സിലേക്ക് ഇറങ്ങി മാനിഫെസ്റ്റ് ചെയ്തു, എനിക്ക് ജീവിക്കണം, അത് മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടാവണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 97 വയസ്സ് വരെ ദൃഢകാത്തനായി ജീവിച്ചു എന്ന് കാലം തെളിയിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ യഥാർത്ഥ വശം ഇതാണ്: പണം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നൽകാൻ സാധിക്കുന്നവന് മാത്രമേ അത് വരികയുള്ളൂ എന്ന ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ആർക്കാണോ നൽകാൻ സാധിക്കുന്നത് അവനിൽ മാത്രമേ പണം ലഭിക്കുകയുള്ളൂ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം നൽകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പണം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രം ഓർത്തുകൊണ്ട് ഞാൻ ഈ സെഷൻസ് അവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി ഞാൻ വീണ്ടും മറ്റൊരു കാര്യത്തിലേക്ക് കടന്നു വരാം. ഇത് ഓർക്കുക, ഓരോ ആളും ഓർക്കുക. ആർക്കെങ്കിലും ഇത് തിരിച്ചറിവുണ്ടായെങ്കിൽ ജസ്റ്റ് ടൈപ്പ് യെസ് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന്. പണം നൽകാൻ ബുദ്ധിമുട്ടുന്നവർക്ക് 1 രൂപ കൊടുക്കൂ, നിങ്ങൾക്ക് 10 രൂപ ലഭിക്കും. 1 രൂപ കൊടുക്കാൻ ഇന്ന് എനിക്ക് സന്തോഷമായ ഒരു കാര്യമാണ്. ഒരാൾ എനിക്ക് ഗുരുദക്ഷിണയായിട്ട് 1 രൂപ തന്നു. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത് കേട്ടോ, വളരെ സന്തോഷം. 1 രൂപ തന്നു. അതെന്തുകൊണ്ട് ഞാൻ സ്വീകരിച്ചു എന്ന് വെച്ചാൽ, അത്രയും നൽകാനെങ്കിലും അവരുടെ മനസ്സ് വളർന്നല്ലോ എന്നുള്ള സന്തോഷമാണ്. ഇതിൽ ഒരുപാട് ആൾക്കാർ നമ്മൾ 101 രൂപ മാക്സിമം 101 രൂപയെ അയക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട്, ആകെ മാക്സിമം വന്ന ആൾക്കാരുടെ എണ്ണം ഒരു 100ഒക്കെയാണ്. അതിൽ കൂടുതൽ 100ഇല്ല, 80, 85 മറ്റോ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഞാനത് എണ്ണത്തിൽ പോകുന്നില്ല, അതിന്റെ ആവശ്യം ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇത് പതിയും യൂട്യൂബ് വീഡിയോ കാണുന്നവരും ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ പലരും മടിക്കുന്നു എന്നുള്ള. 1 രൂപയായാലും സന്തോഷം, അത് നൽകാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ കരുത്ത് എന്ന് മനസ്സിലാക്കുക. അവിടെ മാത്രമാണ് മണിയുടെ ബ്ലോക്സ് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രധാനമായ പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് കടക്കാം. പക്ഷെ ഇതൊന്നുമല്ല നമ്മൾ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് എന്നോ ഇതൊന്നുമല്ല നമ്മൾ കൊച്ചിയിൽ വരാൻ പോകും, ദുബായിലും കൊച്ചിയിലും വരാൻ പോകുന്ന പരിപാടിയൊന്നും അല്ല. ഇത് അധികം ഒരു 10 മടങ്ങ് മുകളിലാണ് എന്നറിയുക. ഈ ഒരു കാര്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക. പണം നമ്മൾ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നൊരു ചോദ്യം, അല്ലേ? പണം എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നൊരു ചോദ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പണം മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധ്യമാണോ എന്നും നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പണം മാനിഫെസ്റ്റ് ചെയ്യുക എന്ന ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് തത്തുല്യമായി നിങ്ങൾക്ക് ആദ്യം വേണ്ട 3-4 കാര്യങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങൾ പണം മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം, എങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. അതിൻ്റെ പേരാണ്: 1 ദൃഢമായ വിശ്വാസം, 2 നിഷ്ഠ, 3 ശ്രദ്ധ, 4 അതിനുള്ള പ്രാപ്തി എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്ത് ആഗ്രഹിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നുവോ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അതിലേക്കുള്ള ഇടപെടലുകൾ അതിനനുസൃതമായി ചെയ്താൽ ആ ആഗ്രഹം സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതിനാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ അതിയായി ഒരു കാര്യം ആഗ്രഹിക്കുക, ആ ആഗ്രഹത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതിൽ പൂർണ്ണമായി വിശ്വസിക്കുക, അതിലൂടെ പ്രാപ്തി നേടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ അവിടെ പോസിറ്റീവ് തിങ്കിങ്ങും വിഷ്വലൈസേഷനും അഫ്രിമേഷനും ഗ്രാറ്റിറ്റ്യൂഡ് പോലുള്ള പ്രധാന ഘടകങ്ങൾ എപ്പോഴാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഒന്നുകൂടി പറയാം, പോസിറ്റീവ് തിങ്കിങ്. എന്താണ് പോസിറ്റീവ് തിങ്കിങ്? നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം മണി ബ്ലോക്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യാം. ഈ ടെസ്റ്റിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയി ചെയ്യാം. അത് കാരണം പബ്ലിക്കിൽ പലപ്പോഴും നമ്മൾ ഈ ക്ലാസ്സിലെ വീഡിയോസ് ടെസ്റ്റിംഗ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇട്ട് തരാം, അവിടെ നിന്ന് കണ്ടോളൂ. ഗ്രൂപ്പിൽ ഞാൻ ഇത് ചെയ്യാം. ആ ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് നമുക്കുണ്ടാവണം. എങ്ങനെ പോസിറ്റീവ് തിങ്കിങ്? പണമില്ല സാറേ, കടമാണ്. സൂപ്പർ പോസിറ്റീവ് തിങ്കിങ് അല്ലേ? അടിപൊളി പോസിറ്റീവ് തിങ്കിങ് ആണ്. ഇതെല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ? സാറേ പണം കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പോസിറ്റീവ് ഒക്കെ തന്നെയാണ്, പക്ഷേ കടമാണ്.
എങ്ങനെ കടം കൊടുത്ത് തീർക്കും എനിക്കിത് ചെയ്യാനുള്ളത്? അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ദാറ്റ്സ് ഓൾ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും ഉണ്ടായിരിക്കണം. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് നിലവിലുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് ഏതൊരു തിങ്കിങ്ങിനെയും പോസിറ്റീവാക്കി മാറ്റുന്ന പ്രക്രിയക്കാണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. അല്ലാതെ ഞാനിങ്ങനെയാണെന്ന് അഫർമേഷൻ ചെയ്യുന്നതല്ല പോസിറ്റീവ് തിങ്കിങ്. ഉള്ളതിനെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാൻ പറ്റുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ. നമുക്കത് മനസ്സിൽ കാണാൻ പറ്റണം. എനിക്ക് എത്ര രൂപ വേണം എന്ന് നമുക്ക് കാണാൻ പറ്റണം. എത്ര രൂപയുണ്ട് എന്ന് കാണാൻ പറ്റണം. എത്ര രൂപ കടമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. എത്ര രൂപ എനിക്ക് കിട്ടാനുണ്ടെന്ന് അറിയാൻ പറ്റണം. അത്രയും വിഷ്വലൈസേഷൻ. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നൽകാൻ മറക്കരുത്. കാരണം എപ്പോഴാണോ നമ്മളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തത്, അപ്പോൾ നമ്മളിൽ ബ്ലോക്കേജുകൾ അനുഭവപ്പെടും. ബ്ലോക്കേജുകൾ അനുഭവപ്പെടുന്നതിന് പ്രധാന കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയാണ്. ഇത് മനസ്സിലാക്കുക. ഉള്ളതിൽ നന്ദി പറയുമ്പോൾ ഇനി എല്ലാം അങ്ങോട്ട് ഒഴുകുകയുള്ളൂ എന്നുള്ള പ്രധാനമായി കേൾക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത്, മാനിഫെസ്റ്റ് ചെയ്ത് പണം നേടിയവരുണ്ടോ എന്ന്. ഞാൻ ആദ്യത്തെ കഥ പറഞ്ഞു. ഇനി വേറെ കഥകളും ഒരുപാട് പറയാൻ പറ്റും. ആ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് ധനസമ്പത്ത് നേടിയ ഒരുപാട് ആൾക്കാർ ലോകത്തുണ്ട്. അതിൽ ഒരുപാട് ഉദാഹരണത്തിൽ ഏറ്റവും ഉദാഹരണം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഒഫ്രയുടെയാണ്. എന്താണ് ഒഫ്ര? നമ്മൾ എങ്ങനെ അവരെ വ്യാഖ്യാനിക്കാൻ, ഞാൻ ഒരു മിനിറ്റ്. ഒരുപാട് ആൾക്കാർ പറയാൻ പറ്റും, പക്ഷെ അവരൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ എത്ര പേർക്ക് നിങ്ങൾക്ക് അറിയും എന്നതുള്ള ഒരു വലിയ വിശ്വാസമാണ്. നമ്മുടെ ഓപ്ര വിൽഫ്രി എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അവർ കംപ്ലീറ്റ് മാനിഫെസ്റ്റേഷൻ ആണ്. ഭയങ്കര മാനിഫെസ്റ്റേഷൻ പവർ. യൂട്യൂബിലൊക്കെ കാണാം ഭയങ്കരമായിട്ട്. അവർ പറയുന്ന ഒരേ ഒരു വേർഡാണ്, യു ഡോണ്ട് ബിക്കം വാട്ട് യു വാണ്ട്. നിങ്ങൾ വിചാരിക്കുന്നൊന്നാവില്ല, ബട്ട് യു ബിക്കം വാട്ട് യു ബിലീവ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അതാണ് നിങ്ങളായിത്തീരുക. യു ഡോണ്ട് ബിക്കം വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം അതല്ല നിങ്ങളായിത്തീരുന്നത്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു എന്നാണ് അവർ പറയുന്നത്. കാരണം ചിന്തകൾക്ക് അത്ര ശക്തിയുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഉദാഹരണം പറയും. നമുക്ക് ഇന്ന് സമയമുണ്ട് അത്രയും തീരാൻ. ഇതൊക്കെ വളരെ കൃത്യമായി നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലും അല്ലെങ്കിൽ മണി മാനിഫെസ്റ്റേഷനിൽ നമ്മൾ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിന്റെ ശക്തിയും ഉദ്ദേശവും ക്ലാരിറ്റിയോട് കൊണ്ടുവന്നാൽ മാത്രമേ സാധ്യമുള്ളൂ. ഇതിന് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ധനസമ്പാദനത്തിനായിട്ടുള്ള കോഴ്സുകളുടെ മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ് നടത്തുന്നത്. മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ കംപ്ലീറ്റ് സിസ്റ്റംസ് അതിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്ന് കുറേ ആൾക്കാർ ഇന്ന് എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ച ചോദ്യമാണ്, സാറേ ക്ലാസ്സിന് ഇപ്പോൾ ഓഫറൊന്നും കൊടുക്കുന്നില്ലേ? ലോ ഓഫ് അട്രാക്ഷൻ ചേരാൻ ആഗ്രഹിക്കുന്നു, മണി മാനിഫെസ്റ്റേഷൻ ചേരാൻ ആഗ്രഹിക്കുന്നു, ക്ലാസ്സിനെ പറ്റി ഒന്നും സാറ് പറയുന്നില്ലല്ലോ, ഞങ്ങൾ ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കുന്നു. മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് എടുക്കുന്നവർക്ക് ലോ ഓഫ് അട്രാക്ഷനും ജേണി ടു ഹാപ്പിനെസ്സും അതിൻ്റെ കൂടെ തരുന്നുണ്ട്. മറ്റേ സിംഗിളായിട്ട് കോഴ്സ് വേണമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പഴയ ഓഫറിൽ തന്നെ തരാം. ഈ ഒരു വീക്ക് കൂടി, ഏതാണ് വീക്ക്? 13-ാം തീയതി നമ്മളെ കൊച്ചി പ്രോഗ്രാം വരെയുള്ള ദിവസങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫീസ് വീണ്ടും ഞാൻ പഴയതിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. വേണ്ടവർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. എത്രയാണ് കോഴ്സ് ഫീസ് നിങ്ങൾക്ക് അറിയാമോ? വിജയദശമി നാളാണ്. അതുകൊണ്ട് കോഴ്സ് ഫീസൊക്കെ ഒന്നും ആർക്കും ടെൻഷൻ അടിക്കണ്ട. നമുക്ക് കോഴ്സ് ഫീസ് പഴയ പോലെ തന്നെ. എനിക്കെന്താ ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത? ഇല്ല, 5000 അല്ല, അത് 1999 വീണ്ടും ഞാൻ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫീസ് 1999 ആണ്. വേണ്ടവർ ഇപ്പം തന്നെ, ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്തോളൂ എന്ന് മാത്രം. 13-ാം തീയതി വരെ അതുണ്ടാവുള്ളൂ. വീണ്ടും പഴയ പോലെ 5000 റുപ്പീസിലേക്ക് പോകും, റുപ്പീസിലേക്ക് പോകും. ഇനി ജേണി ടു ഹാപ്പിനെസിൻ്റെ ഓഫർ ഇല്ലാത്തതുകൊണ്ട് കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്, സാറേ ഓഫർ ഇടൂ എന്നാൽ വരാമെന്ന്. അവർക്കും പറയാനുള്ള ഇത്ര തന്നെയാണ്, ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ, ഒട്ടും അമാന്തിക്കേണ്ട. അത്രയും പവർഫുൾ കോഴ്സാണ്. ജേണി ടു ഹാപ്പിനെസിന്റെ കോഴ്സ് എത്ര ഫീസ് വേണം?
ഷിബു ഓൾറെഡി പണ്ടേ എന്നെ അടിച്ച് ഇട്ടതാണ്. ഷിബു വീണ്ടും അത് തന്നെ വെക്കുന്നുണ്ട്. എത്ര വേണം ഷിബു ജേർണി ടു ഹാപ്പിനെസിന്റെ കോഴ്സ് ഫീസ്? ഇപ്പോൾ നിലവിൽ 10,000 രൂപയാണ് ഉള്ളത്. വീണ്ടും 1 വീക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഫീസ് തരുന്നു. വിജയദശമി ആയതുകൊണ്ട് വിജയദശമി ദിവസം വരെ ഉണ്ടാവുള്ളൂ. കോഴ്സ് ഫീസ് എത്ര വേണം? ജേർണി ടു ഹാപ്പിനെസ് പെട്ടെന്ന് ചാടിക്കയറിക്കോളൂ. യെസ്, സോറി, 1000 രൂപയ്ക്ക് ജേർണി ടു ഹാപ്പിനെസിന്റെ അടുത്തോട്ട് എത്താൻ പറ്റില്ലേ? 5,999, 5,999 ഇപ്പോൾ വീണ്ടും പഴയ ഓഫർ തരുന്നുണ്ട്. 13-ാം തീയതി വരെ ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളുക എന്നല്ലേ. ഓക്കെ, അപ്പൊ കോഴ്സിനെ പറ്റി പറയുന്നില്ല എന്നുള്ളൊരു ഡീറ്റെയിൽസ് വേണ്ട, പറഞ്ഞു. ജേർണി ടു ഹാപ്പിനെസ് ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയാനുള്ളത്, കൊച്ചി പ്രോഗ്രാം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, മിസ്സാക്കരുത്. ഇത്തരം വേദി നിങ്ങൾക്ക് അപൂർവമായി കിട്ടുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എവിടെ നിന്നായാലും പെർമിഷൻ മേടിച്ചിട്ട് കൊച്ചിയിലെത്തുക, നമുക്കന്ന് കൂടാം. ഓക്കെ, അഡ്മിന് ബന്ധപ്പെടുക, ബുക്സ് വേണമെങ്കിൽ ബുക്സിന് ബന്ധപ്പെടുക, ഒക്കെ ചെയ്യുക. ബീനയൊക്കെ നന്നായി ഇവിടെ ഉറങ്ങി കേട്ടോ. എഴുന്നേക്കൂ ബീന, നല്ല ഉറക്കം. ക്ലാസ് ഇവിടെ വെച്ച് ആളുറങ്ങി. ഓക്കെ, അപ്പൊ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തവർ. ഓക്കെ, ഇനി ഒരു ചോദ്യം വരുന്നത്, മാനിഫെസ്റ്റ് വെറുതെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പണം ലഭിക്കുമോ എന്നുള്ള ചോദ്യം ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോട്ടുണ്ടോ? പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പലതും തുടങ്ങിയിട്ടില്ല. ഞാൻ മനഃപൂർവ്വം തുടങ്ങാത്തതാണ്. കാരണം അതിന് ഞാൻ ഇപ്പോൾ ബിലീവ് ചെയ്യുന്ന എൻ്റെ സിസ്റ്റം 60-20-20 പ്രിൻസിപ്പിളാണ്. 60% കാര്യങ്ങൾ നമ്മുടെ ഓൺ കൺട്രോളിലാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പാസ്റ്റ് ലൈഫിനെ പറ്റി കൂടുതൽ അറിഞ്ഞതുകൊണ്ട് കാര്യം. നമുക്ക് എല്ലാവർക്കും 100% ജീവിതത്തിൽ സക്സസ് ആവണം, 100% ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? 100% എനിക്കെൻ്റെ ലൈഫ് കറക്റ്റ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? 100%, 100%. യെസ്, വെറുതെ ടൈപ്പ് ചെയ്താണ്. എസ്സിന് എത്ര വരും നോക്കാം. ഇത്തരം ഓക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. നമ്മുടെ മണി വേർഡ് വിട്ടുപോകുന്നുണ്ട്, തിരിച്ചു വരാം. എല്ലാ ദിവസവും ഇങ്ങനെയാണ്, അന്ന് സബ്ജക്റ്റ് വേറെന്നിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ഇങ്ങനെ ചോദ്യമായിട്ട് വന്നാൽ ഞാൻ അതിൻ്റെ പുറകെ പോകട്ടോ ഒരിക്കലും. യെസ്, നിങ്ങൾ കണ്ണൂർ വെച്ചോളൂ, കോഴിക്കോട് വെച്ചോളൂ, ഒക്കെ വെച്ചോളൂ, സന്തോഷമാണ്. ഞാൻ തിരിച്ചു വരാം, അവിടെയൊക്കെ വരാം. 100% ലൈഫ് പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ ലൈഫിനൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് 100%ത്തിലേക്ക് ആരും പോകണ്ട. ഒരു 60% കിട്ടിയാൽ തന്നെ ജീവിതം രക്ഷപ്പെട്ടു. കാരണം എന്താ അറിയോ, 60% ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സങ്കടം, കുറച്ച് ദുഃഖം, കുറച്ച് അസൂയ, കുറച്ച് പരദൂഷണം, ഇതൊക്കെ ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവുക? ഇതെല്ലാം ഉണ്ടെന്ന് അറിയണ്ടേ? വേണം, ഇല്ലെങ്കിൽ രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ 60% പ്രിൻസിപ്പിൾ വെക്കുന്നത്. പാസ്റ്റ് ലൈഫിനെ പറ്റി പറയാനുണ്ടെങ്കിൽ നമുക്കൊരു ക്ലാസ് ഉണ്ട് അതിന്. പക്ഷെ ഞാൻ വളരെ ലിമിറ്റഡ് മാത്രം ആൾക്കാർ കേൾക്കുന്നതിന് എന്ന ക്ലാസ്സാണ് ഹീൽ ആൻഡ് മാനിഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്. ഞാൻ പബ്ലിക്കിൽ പറയുന്നതേ ഇല്ല അതിനെ പറ്റിയിട്ട്. കാരണം പബ്ലിക്കിൽ പറയേണ്ട ആവശ്യമില്ല. ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. സെൽഫ് റിയലൈസേഷനേക്കാളും വലിയ ഒരു കോഴ്സ് ലോകത്തെവിടെയും കിട്ടാനില്ല. ഏത് ക്ലാസ് നിങ്ങൾ പഠിച്ചാലും ശരി, സെൽഫ് റിയലൈസേഷനിലേക്ക് നിങ്ങൾ എന്നാണോ എത്തിപ്പെടുന്നത്, അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആത്മാന്വേഷണം എന്ന് പറയുന്ന കാര്യം. അതിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് പാസ്റ്റും കിട്ടും, പ്രസന്റും കിട്ടും, ഫ്യൂച്ചറും കിട്ടും. അത്രയും ഡീപ്പായിട്ട് സ്പിരിച്വാലിറ്റിയാണ് ആ കോഴ്സ് ഹീൽ ആൻഡ് മാനിഫെസ്റ്റ് എന്ന് പറയുന്നത്. അത് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ ചില പോയിന്റുകൾ ടച്ച് ചെയ്ത് പറഞ്ഞു തരാം, ഫുള്ളായിട്ട് പറയില്ല. അതിന് മറ്റ് ഘടകങ്ങളുണ്ട്. അത് നമ്മൾ അറിയാതെ നമ്മൾ മറ്റൊരു ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോകും എന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് എത്രത്തോളം അക്സെപ്റ്റബിൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെപ്പറ്റി പറയുള്ളൂ കേട്ടോ. പബ്ലിക്കിൽ സാധാരണക്കാരിൽ ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പോ ചോദ്യം ഇങ്ങനെയാണ്, വെറുതെ പണം നേടാൻ ആഗ്രഹിച്ചാൽ ലഭിക്കുമോ? ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങളാണ് പറയേണ്ടത്. ഇതും 2 ചോദ്യം ഒന്നാണ്. നമ്മളിൽ
ഈ വെറുതെ പണം നേടാൻ ആഗ്രഹിച്ചാൽ ലഭിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയുക യെസ് ഓർ നോ എന്ന്. ഇല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? അപ്പൊ പ്രോസസ്സുകളുണ്ട്. നന്നായിട്ട് എനിക്ക് അത്രയും സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ള ക്ലാസ് എടുക്കുമ്പോൾ. വളരെ സന്തോഷമാണ്. കാരണം നിങ്ങളെല്ലാം കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, കൃത്യമായ വിശ്വാസ രീതികളുണ്ട്. ആ വിശ്വാസ രീതികൾ അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം ഫലമാകില്ല. ആഗ്രഹം ശക്തമാക്കുകയും മനസ്സിലെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ മാറ്റുകയും അനുകൂലമായ ചിന്തകളും പ്രവൃത്തികളും എപ്പോഴാണോ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ മാത്രമേ അതിനനുസൃതമായ തീരുമാനങ്ങളും കാര്യങ്ങളും നിർവഹണങ്ങളും നടത്തുമ്പോൾ മാത്രമാണ് പണം നമ്മളിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് വളരെ കൃത്യമായി നമ്മൾ എന്താണ് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തെ നിങ്ങൾ മാറ്റണം. എന്താണ് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം? സാറേ പണം വേണം, പക്ഷെ കടം തീരണ്ടേ? ഒറ്റ വരിയിലെല്ലാം പോയി അല്ലേ? സത്യമായ കാര്യമാണ്. പണം വേണം, പണം വരണം, പക്ഷെ കടം തീരണ്ടേ? അവിടെ കഴിഞ്ഞു ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ ആയി മാറുകയാണ് ചെയ്യുന്നത്. ഇത് മാറ്റാൻ വേഗമായി നിങ്ങളുടെ മുമ്പിലുള്ള പോംവഴി മണി മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കാര്യം. മണി മാനിഫെസ്റ്റേഷൻ ഈ കോഴ്സിനെ പറ്റി ആൾക്കാർ പറഞ്ഞു, സാറേ ഇത്രയും ഫീസോ കോഴ്സിന്? നടക്കില്ല ഇല്ലെങ്കിൽ. കാരണം അത്രയും ഉണ്ട് അതിൽ മനസ്സിലാക്കാൻ. ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തെ തകർത്തെറിയൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. ആദ്യം അത് പഠിക്കാനുള്ള മെന്റാലിറ്റി വേണം. അതിനിപ്പോൾ കൃത്യമായ ഒരു പ്ലാൻ വേണം. എന്നിട്ട് മാത്രമേ സാധ്യമാകുള്ളൂ. അപ്പോൾ മണി മാനിഫെസ്റ്റേഷൻ ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടോളൂ. ആദ്യം കൊച്ചിയിലേക്ക്, പിന്നെ ബാക്കി ക്ലാസ്സിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മളിൽ എത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ഇന്നൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചു. പണം നമ്മളിൽ എത്താൻ എന്താണ് ചെയ്യേണ്ടത്? ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? പണം നമ്മളിൽ എത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എത്ര പേർക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വിഷയം. യെസ്, ഞാൻ നിർത്തി. ഇവിടെ എൻ്റെ സ്റ്റുഡൻസ് തന്നെ എല്ലാം പറയാൻ തുടങ്ങി. ഉത്തരങ്ങളെല്ലാം ലോ ഓഫ് അട്രാക്ഷനിലും മെഡിറ്റേഷനിലും ജേണി ടു ഹാപ്പിനെസ്സിലും തുടങ്ങുന്ന എൻ്റെ പിള്ളേരുടെ റിസൾട്ട് കണ്ടോ? ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം അവരുടെ ടൈപ്പ് ചെയ്ത് തരും. അത്രയേ ഉള്ളൂ. ഒരു കോൺസെപ്റ്റും ഇല്ല. അവരുടെ കൃത്യമായി ടൈപ്പ്. ലവ് യുവർ മണി. പണത്തെ സ്നേഹിക്കൂ. പേടിക്കുകയല്ല ചെയ്യേണ്ടത്, അതിനെ സ്നേഹിക്കൂ. ഞാൻ എപ്പോഴും പറഞ്ഞു, കുഞ്ഞിനെ പോലെ താലോലിക്കൂ. സ്നേഹിക്കൂ. അത് നിങ്ങളിലേക്ക് വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പണം എന്ന് പറയുന്ന എനർജി അത് നിങ്ങളിൽ ഉണ്ടായിരുന്നാൽ മാത്രമേ ആ എനർജി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. എപ്പോഴാണോ നിങ്ങൾ ഒരു സാധനത്തെ സ്നേഹിക്കുന്നത് അതിൻ്റെ അർത്ഥം അതിന് തുല്യമായ എനർജി ഫോമിലേക്ക് നിങ്ങൾ എത്തി എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹിക്കാനേ പറ്റില്ല. എത്ര പേർക്ക് ഇവിടുത്തെ പണത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട്? 200 സംതിങ് ആൾക്കാരുള്ള ഇന്നത്തെ 212 ആൾക്കാരുള്ള ഹൈയസ്റ്റ് ആണ്. 200 സ്ക്രീൻഷോട്ട് എടുക്കണേ. 200 അഡ്മിൻ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കണേ. 212 ആൾക്കാരിൽ എത്ര പേർക്ക് ഇപ്പോൾ പണത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നു? വെറുതെ ടൈപ്പ് ചെയ്യല്ല. പണമില്ലാത്തത് വളരെ റെയർ ആയിരിക്കും. നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ മാക്സിമം പോലെ 50 ആളോ 80 അല്ലെങ്കിൽ പറഞ്ഞാൽ 90-95 ആൾക്കാരുണ്ടാവും സ്നേഹിക്കുന്നത്. ബാക്കിയുള്ളവരുണ്ടാവില്ല. യെസ്, ഐ ലവ് മൈ മണി എന്ന് പറയും. നമുക്ക് നമ്മുടെ മണി ഫോണല്ലോ. യെസ്, അങ്ങനെ എപ്പോൾ പറ്റുന്നുവോ അന്ന് മുതൽ നിങ്ങൾക്ക് സമൃദ്ധിയുടെ ദിവസമായിരിക്കും. സമൃദ്ധി നിങ്ങളിലേക്ക് എത്തിയിരിക്കും. സമൃദ്ധി നിങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കെല്ലാം ഓപ്പണായി കിട്ടും എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ബാക്കി വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഞാൻ ഇത് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിടും. നിങ്ങൾ അത് കാണുക. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോന്റെ ലെങ്ത് കൂടുന്നു എന്നുള്ള ഒരു വിഷയമുണ്ട്. മോർണിംഗ് മണി സ്മെൽ ചെയ്ത് ഒരുപാട് പ്രോസസ്സുകളുണ്ട് മണി അട്രാക്ട് ചെയ്യാനായിട്ട്. മണിയുടെ സ്മെല്ല്, മണിയുടെ ഫീലിങ്സ്, മണി അങ്ങനെ ഒരുപാടുണ്ട്. നമ്മുടെ ഒരു മണി മാനിഫെസ്റ്റേഷൻ
അല്ല, മണി മെഡിറ്റേഷൻ തന്നെയുണ്ട്. അതും വളരെ കൃത്യമായി പ്രബലമായി പോകുന്നു. ഒരു കാര്യം ഒന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിച്ചു വന്നു, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കാരണം നാളെ ഒരു ദിവസം കൂടിയേ നമ്മളുള്ളൂ. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർ കോഴ്സിൽ ചെയ്തവർ ഒരു ഭാഗത്തെ കൊച്ചി പ്രോഗ്രാം എങ്ങനെയെങ്കിലും നിങ്ങളെത്തുക. കാരണം അതിൽ അത്ര കണ്ട് നിങ്ങൾക്ക് ഗുണകരമായി മാറും. ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞു, സാറേ ഒരു കാര്യമില്ല, കൊച്ചി പ്രോഗ്രാം വന്നിട്ട് സാറ് അവിടെ പറഞ്ഞു ഒന്നും അവിടെ നടന്നില്ല എങ്കിൽ ഐ വിൽ ഗിവ് യു മണി ബാക്ക്, ഗ്യാരണ്ടീഡ്, അത്രയും ഗ്യാരണ്ടീഡ്. ഓക്കെ, സ്മിത പാലിക്കുന്നത് എങ്ങനെയാ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പം ഞാൻ വരാൻ വേറെ വഴിയില്ല, ട്രെയിൻ ടിക്കറ്റ് എടുക്കുക മാത്രമേ വഴി, വേറെ ഒരു വഴിയില്ല. വേണ്ട, ഇപ്പം അൺമ്യൂട്ട് ചെയ്യണ്ട, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഓൾ. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മണി നിങ്ങളിൽ എത്തട്ടെ, അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യട്ടെ, അതിനുവേണ്ടി പ്രവർത്തിക്കട്ടെ. മണി അബൻഡൻസ് ആയി നിങ്ങളിൽ നിറയട്ടെ. ആ നിറയുമ്പോൾ നിങ്ങൾ നിറയുന്നിടത്ത് നിന്ന് നൽകുവിൻ, എങ്കിൽ വീണ്ടും നിറയപ്പെടും എന്ന് പറയുന്ന പോലെ നൽകിക്കൊണ്ട് നിറഞ്ഞുകൊണ്ടേയിരിക്കണം. മണി അബൻഡൻസ് ഫ്ലോസ് ടു മീ അബൻഡൻസ്ലി എന്ന് പറയുന്നത്, അതായത് പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഒഴുകുക എന്ന് വെച്ചാൽ ഇങ്ങനെ വരും, അങ്ങോട്ട് പോകും, വീണ്ടും വരും, പോകും. നിങ്ങൾക്ക് ഒറ്റയടിക്ക് കുറേ പണം വന്നിരിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെ ഒരു സംഭവം മണി നമുക്കില്ല. നിങ്ങൾ പണം വന്നിട്ട് കെട്ടിപ്പിടിച്ച് അതിന് മുകളിൽ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അങ്ങനെ ഒരു പണവും വരില്ല, വരും, പോകും എന്നുള്ളതാണ്. അത് രണ്ടും ഫ്ലോ ആക്കിയേക്കുക. സുധാകരൻ ഇന്ന് രാവിലെ ചോദിച്ച ചോദ്യത്തിന് പ്രധാന ഉത്തരം ബ്ലോക്ക് നിങ്ങളിലാണ്, അതുകൊണ്ടാണ് മണി വരാത്തത്. ബ്ലോക്ക് ഓപ്പൺ ആയിക്കോളൂ, അത് വരും. നമുക്കതൊന്ന് ഇരുന്ന് കറക്റ്റ് ടച്ച് ചെയ്ത് തരാം, എവിടെയാണ് ബ്ലോക്ക് എന്നുള്ളത് മനസ്സിലാക്കി തരാം. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ, ഹാവ് എ ബ്ലെസ്ഡ് ഡേ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരാം. വിട്ടോടെ പോയി.